നമസ്തേ, പ്രീതാസ് കലറിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ വെച്ചിട്ടുള്ള 2 തരത്തിലുള്ള വിഭവങ്ങളാണ്. ഇത് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. ഒന്ന് നമുക്ക് ദോശയ്ക്കും പറ്റും, ചോറിനും ദോശയ്ക്കും പറ്റും. സാധാരണ നമ്മൾ പച്ചടിയൊക്കെ ഉണ്ടാക്കുന്നില്ല, ഏകദേശം ഒരു പച്ചടിയുടെയൊക്കെ ഒരു ടൈപ്പാണ്. എന്നാൽ സാധാരണ നമ്മൾ പച്ചടി ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വളരെ ഡിഫറൻ്റായ രീതിയിലാണ് ഇതുണ്ടാക്കുന്നത്, ഈ 2 കറികളും ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് സമയൊട്ടും കളയാതെ ഈ 2 തരത്തിലുള്ള കറികളും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ള കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല പഴുത്ത 2 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ മാങ്ങയാണ്. ഒരുപാട് കറി ഉണ്ടാക്കണില്ല, കാരണം ഞങ്ങൾക്ക് 3 പേർക്കുള്ള കറിയാണ് ആവശ്യമുള്ളൂ. അപ്പം 2 ചെറിയ മാങ്ങ മതി. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവരാം. ഇപ്പം ഞാനിതാ ചെറുതാക്കിയിട്ട് തൊലി കളഞ്ഞ് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴുത്ത മാങ്ങ ഉണ്ടല്ലോ, ഈ പഴുത്ത മാങ്ങ കഷ്ണങ്ങളെല്ലാം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഈ മാങ്ങയൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അധികം വെള്ളമൊന്നും വേണ്ട, പഴുത്ത മാങ്ങയല്ലേ, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലേക്കൊരു കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും അധികം വേണ്ട. പിന്നെ അതിലേക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. മാങ്ങയിൽ അധികം എരിവൊന്നും പിടിക്കില്ല, അപ്പോൾ 1/4 ടീസ്പൂൺ മുളക് പൊടി മതി. പിന്നെ ഈ മാങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. മാങ്ങ വേവാൻ അധികം നേരമൊന്നും വേണ്ട. ഇപ്പോൾ ദാ ആ മാങ്ങയിൽ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ശർക്കര പൊട്ടിട്ട് കൊടുക്കുക. കാരണം ഈ വെള്ളത്തിൽ തന്നെ മാങ്ങ വേവുമ്പോഴേക്കും ശർക്കരയുടെ കഷ്ണം ഇതിൽ അലിഞ്ഞു ചേരും. അതിന് വേണ്ടിയിട്ടാണ് ശർക്കര പൊട്ടിട്ട് കൊടുക്കുന്നത്. അടച്ചു വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഞാനിവിടെ കുറച്ച് തേങ്ങ, അധികം തേങ്ങ ചരുവി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരു കയ്യിൽ അതേപോലൊരു ചെറിയൊരു 2 പിടി തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അധികം കറി ഉണ്ടാക്കണില്ല, അപ്പോൾ ഇത്രയ്ക്ക് തേങ്ങ മതി. പിന്നെ ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ഇട്ട് കൊടുക്കണം. തീരെ പുളിയില്ലാത്ത തൈര്, ഇതേപോലത്തെ പുളിയില്ലാത്ത തൈര് വേണം. പുളിയുള്ള തൈര് ഒഴിക്കരുത്, അപ്പോൾ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. മീതെ 1 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാമല്ലോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, കുറച്ച് ഇതേപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് അങ്ങോട്ട് അരച്ചെടുക്കണ്ട. ഇതാണ്ടില്ലേ, ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇതിപ്പോൾ നല്ലോണം നൈസായിട്ടല്ല അരഞ്ഞത്, എന്നാൽ ചതച്ചിട്ടുമല്ല. കുറച്ച് നമ്മുടെ ചമ്മന്തിയൊക്കെ, തേങ്ങാ ചമ്മന്തിയൊക്കെ അരയ്ക്കണ പോലെ അതിൻ്റെ അത്രയ്ക്ക് തന്നെ ആയിട്ടില്ല, അതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇപ്പം നമ്മുടെ മാങ്ങയൊക്കെ നേരെ വെന്തിട്ടുണ്ടാവും. ഇനി ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇതേപോലെ തവി വെച്ചിട്ട് നന്നായിട്ട് ഉടച്ച് ചേർക്കുക. കാരണം മാങ്ങയ്ക്ക് അധികം വേവൊന്നുമില്ല. ഈ അരപ്പരയ്ക്കുന്ന സമയം മതി, അത്രയ്ക്ക് സമയം മതി. തേങ്ങ അരപ്പരയ്ക്കുന്ന സമയം മതി മാങ്ങ വെന്ത് കിട്ടാൻ. ഇപ്പം നന്നായിട്ട് ഉടച്ച് ചേർത്തിട്ടുണ്ട്. ഇതേപോലെ കഷ്ണങ്ങളൊന്നുമില്ലാതെ ഒന്ന് ഉടച്ച് ചേർക്കുക. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ഈ അരച്ചു വെച്ച തേങ്ങാരപ്പുണ്ടല്ലോ, ഈ തേങ്ങാരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ മിക്സിയുടെ ജാറിലില്ലേ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളമൊക്കെ, ഗ്രേവിയുടെ തിക്നെസ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തോളൂ. ഞാനിതിൽ അധികം വെള്ളമായിട്ടല്ല ഉണ്ടാക്കുന്നത്, കാരണം അധികം വെള്ളമായ എനിക്കിഷ്ടമല്ല. ഉപ്പൊക്കെ പാകമാണോ നോക്കിയിട്ട്, ഉപ്പൊക്കെ നല്ല കറക്റ്റാണ് ഞാനിപ്പോൾ ഇട്ടേൽ, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പൊക്കെ ഇട്ട് എടുക്കുക. ഇനി ഇത് അധികം തിളയ്ക്കരുത്. ഇപ്പോൾ ദാ തിളങ്ങനെ വരുന്ന സമയമായിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കഴുകിയിട്ട് അതും ഇതിലേക്കൊന്ന് ഊരിയിട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. ഒരുപാട് തിളച്ചിതാകരുത്, അപ്പം തൈരൊക്കെ അല്ലേ, അപ്പോൾ അത് പെരഞ്ഞി പോവുള്ളൂ. അപ്പോൾ ഒരുപാട് തിളയ്ക്കരുത്. മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഈ പാത്രം ഇവിടുന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കൊന്ന് ഗാർണിഷ് ചെയ്യണം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം. ഇനി ഇതിലേക്കൊരു 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഊരിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 2 വറ്റൽമുളകും ഇതിലേക്കൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഈ മുളകും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി മുളകും ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, കറിവേപ്പിലയും മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചിട്ട് ഗാർണിഷ് ചെയ്യാം.
വളരെ എളുപ്പമാണ് ഇനിയും ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഈ കറി ഇഷ്ടം. ഇപ്പം നമ്മുടെ ഫസ്റ്റ് കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കറി ഉണ്ടാക്കാം. പിന്നെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടാണ് ഇഷ്ടം അതിനനുസരിച്ചിട്ട് ലൂസാക്കിയിട്ട് എടുത്തോളൂ. ഇതുപോലെ കട്ടിയിലാവുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അടുത്ത കറി നമ്മുടെ പച്ചമാങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ പീലർ വെച്ചിട്ട് തൊലി കളഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മാങ്ങയുടെ തൊലി കളയും. കത്തി കൊണ്ടൊക്കെ കളയുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. ഇതുപോലെ പീലർ കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. കളഞ്ഞെടുത്തതിന് ശേഷം ഒന്ന് ചെറുതാക്കിയിട്ട് ഇതിൻ്റെ മാങ്ങയുടെ പകുതി ഭാഗമാണ് എടുത്തിട്ടുള്ളൂ. കാരണം ഞാനൊരു ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് കഴിച്ച് നോക്കിയപ്പോൾ ഭയങ്കര പുളിയാണ് മാങ്ങയ്ക്ക്. അപ്പോൾ മാങ്ങയുടെ പുളിക്കനുസരിച്ചിട്ട് നിങ്ങൾ എടുത്താൽ മതി. പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ മുഴുവനായിട്ട് എടുക്കാം. ഇത് നല്ല പുളിയുള്ള മാങ്ങയുകൊണ്ട് ഞാൻ മാങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളൂ. ഇപ്പം ഞാനിത് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അരച്ചെടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയ്ക്ക് മാങ്ങാ പീസസ് മതി നമുക്ക്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സഡ് ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത്, ഞാൻ നേരത്തെ തന്നെ ഇവിടെ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിതിട്ട് കൊടുക്കാം. ഇതിൽ നമുക്ക് കറി പോലെയല്ല, അത്യാവശ്യം തേങ്ങ വേണം. അപ്പോൾ അതിലേക്കൊരു അരമുറി തേങ്ങയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടാക്കണം വെച്ചാൽ അതിനനുസരിച്ചിട്ട് തേങ്ങ ഇട്ട് കൊടുത്തോളും. ഇനി ഇതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാങ്ങാ പീസസ് ഉണ്ടല്ലോ, ആ മാങ്ങാ പീസസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് അങ്ങോട്ട് ഇടണ്ടാന്ന് തോന്നുന്നു, കാരണം ഇത് നല്ല പുളിയുള്ള മാങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളൂ. എന്നാലും മുഴുവനായിട്ടും വേണ്ട തോന്നുന്നു. 2 പീസ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, കാരണം നമ്മളിതിൽ തൈരും കൂടി ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ 2 പീസ് വേണ്ട അതിലേക്ക്. ഇനി ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് വറ്റൽമുളകാണ്. ഒരു 5 വറ്റൽമുളകും ഇതിലേക്കൊന്ന് ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പച്ചമുളകാണ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്തോളൂ. പക്ഷേ വറ്റൽമുളക് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. വലിയ വറ്റൽമുളകാണ് മിക്സിയുടെ ജാറിൽ കൊള്ളില്ലല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് 2 ആക്കിയിട്ടൊന്ന് പൊട്ടിച്ചിട്ട് എല്ലാ വറ്റൽമുളകും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം അധികം വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരുപാട് നൈസായിട്ട് അരയണ്ട, എന്നാലും ചെറിയൊരു തരിതരിപ്പോടെ ഒന്ന് അരച്ചെടുക്കുക. ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുക. ഒരുപാട് അങ്ങോട്ട് നൈസായിട്ട് അരഞ്ഞിട്ടില്ല, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് അരയും ചെയ്തു. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ ഈ മിക്സറുടെ ജാറിൽ കുറച്ചുകൂടി ഇരിപ്പുണ്ടല്ലോ, തേങ്ങാരപ്പൊക്കെ ഇരിപ്പുണ്ടല്ലോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് തൈരാണ് ചേർക്കുന്നത്. മാങ്ങ ചേർത്തിട്ടുണ്ട്, അധികം പുളി പാടില്ല. അപ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ള കുറച്ച് തീരെ പുളിയില്ലാത്ത തൈര് ഇട്ട് കൊടുക്കുക. തൈര് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ വീഡിയോ ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും മുളകും കറിവേപ്പിലയും പൊട്ടിച്ചിട്ട് ഇതിലേക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഈ 2 മാങ്ങയുടെ വിഭവങ്ങളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പം നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.